അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ട്രാൻസ്ലേഷൻ തിയറികളായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ആദ്യം അൻ-നദരിയത്തു തഫ്സീരിയ അഥവാ ഇൻ്റർപ്രറ്റീവ് തിയറിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അടുത്തതായിട്ടുള്ളതാണ് അൻ-നദരിയത്തുൽ ഉസ്ലൂബിയ അഥവാ സ്റ്റൈലിസ്റ്റിക് തിയറി എന്ന് പറയും. 20-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് ഡെ സോസർ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയായിരുന്നു ഈ സ്റ്റൈലിസ്റ്റിക് തിയറിക്ക് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം മദ്രസത്തുൽ ബുന്യവിയ എന്ന് പറയും അഥവാ സ്ട്രക്ചറലിസം തിയറി. ആ തിയറി ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഭാഷയെ നോക്കിക്കാണുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഭാഷ എന്നുള്ളത് ഒരു സാമൂഹിക സിസ്റ്റമാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടയിൽ ഒരു പരസ്പര ബന്ധമുണ്ടാവും. അതുപോലെ തന്നെ ഒരു ലഫ്ദിനും അതിൻ്റെ അർത്ഥത്തിനും ഇടയിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവുകയില്ല. മറിച്ച് അതിൻ്റെ ഒരു ലഫ്ദ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടുന്നത് അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നതാണ്. അല്ലാതെ ആ ലഫ്ദിൻ്റെ മാനിയുടെയും ഇടയിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് തിയറികളുമുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ചാൾസ് ബാലിക്ക് യുനാനി ഗ്രീക്ക് ഭാഷയും അതേപോലെ തന്നെ സംസ്കൃതമൊക്കെ അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം ഈ കമ്പാരിറ്റീവ് തിയറിയും ജനറൽ ലിംഗ്വിസ്റ്റിക്സും അഥവാ ലിസാനിയാത്തുൽ ആമ ഇവ രണ്ടും അദ്ദേഹം നന്നായിട്ട് പഠിച്ചിരുന്നു. കമ്പാരിറ്റീവ് തിയറിക്ക് നഹ്വുൽ മുഖാരിന ദിറാസത്തുൻ നഹ്വുൽ മുഖാരിന എന്ന് നമുക്ക് പറയാം, കമ്പാരിറ്റീവ് ഗ്രാമർ തിയറി. പിന്നീട് ഈ ചാൾസ് ബാലി അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ അഥവാ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ഫെർഡിനൻഡിൻ്റെ ശിഷ്യനായിട്ടുള്ള മറ്റൊരു കൂട്ടുകാരനോടും കൂടിയാണ്ട് ഇവരുടെ ഉസ്താദിൻ്റെ ഈ തിയറികളെല്ലാം ഒരു മൻഹജും ഫിൽ ലിസാനിയത്തിൽ ആമ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിനടിയിൽ അവരുടെ ഈ ഉസ്താദിൻ്റെ ലെക്ചറുകളെല്ലാം പാഠങ്ങളെല്ലാം തിയറികളെല്ലാം ഒരുമിച്ച് കൂടുകയുണ്ടായി. പിന്നീട് അവരുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളും അതിലേക്ക് ഒരുമിച്ച് കൂട്ടി അവരൊരു കിതാബ് ഉണ്ടാക്കുകയും ചെയ്തു. ആ കിതാബിൻ്റെ പേര് ഫിൽ ഉസ്ലൂബിയ എന്നായിരുന്നു. 1902 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഫെർഡിനൻഡ് ഡെ സോസറിൻ്റെ അദ്ദേഹത്തിൻ്റെ തിയറികളും അദ്ദേഹത്തിൻ്റെ ഉസ്ലൂബിയ ഈ സ്റ്റൈലിസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമെല്ലാം അതിൽ കൊടുത്തിട്ടുള്ളത്. അതിലുള്ളവയെല്ലാം ഫൽസഫയിലെ വുജൂദിയ അതേപോലെ തന്നെ തഅബീരിയ, എക്സ്പ്രഷനിസവും എക്സിസ്റ്റൻഷ്യലിസവും ഇവ രണ്ടുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിലോസഫിയിലെ രണ്ട് ടേംസാണ്, രണ്ട് കൺസെപ്റ്റുകളാണ്. ഈ രണ്ട് കോൺസെപ്റ്റുകളുമായിട്ട് ഈ തിയറികളൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ വുജൂദിയ എന്ന് പറയുന്നത് കൂടുതലും സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതേപോലെ തന്നെ തഅബീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനുകളും ഫീലിങ്ങുകളൊക്കെ പ്രകടിപ്പിക്കുക, അതിനെ എക്സ്പ്രസ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഈ ആളുകൾക്കൊക്കെ ശേഷം നമ്മുടെ ബാലിക്കൊക്കെ ശേഷം റീനെ വീൽക്കും അതേപോലെ തന്നെ ഓസ്റ്റിൻ വാറനും വരുന്നുണ്ട്. അവരാണ് ഈ ഉസ്ലൂബി ആയിട്ടുള്ള ഈ ഒരു മാർഗത്തെയും അതേപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള സിസ്റ്റത്തെയും രണ്ടും ഒരുമിച്ച് കൂട്ടുന്നത് അവരാണ്. പിന്നീട് വന്ന റോമൻ ജേക്കബ്സൺ നമ്മുടെ ഈ ബാലി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ നഹ്ജുൽ വളീഫി എന്ന് പറയും അഥവാ ഒരു ഫങ്ഷണൽ അപ്രോച്ച്. ആ ഫങ്ഷണൽ അപ്രോച്ചിനെ ബാലിയുടെ ഫങ്ഷണൽ അപ്രോച്ചിനെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് ലാംഗ്വേജിൽ ഏത് കോണ്ടക്സ്റ്റിലാണോ ഏത് സാഹചര്യത്തിലാണോ അത് ഉണ്ടായിട്ടുള്ളത്, ആ ഒരു ടെക്സ്റ്റ് ഉണ്ടായിട്ടുള്ളത്, അതേ സാഹചര്യം അതേ കോണ്ടക്സ്റ്റ് എവിടെയും ഉണ്ടാവുക, നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജിലുണ്ടാവുക. അപ്പോൾ അവിടെ ടെക്സ്റ്റിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് ആ ഒരു കോണ്ടക്സ്റ്റിനാണ്. പിന്നെ ഈ റോമൻ ജാക്കബ്സൺ പറയുന്നത് ഈ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മാർഗം മാത്രമാണ്. അതേപോലെ തന്നെ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത് 6 ഘടകങ്ങൾ കൂടിയിട്ടാണ്. ഒന്നാമത്തത് മുർസിൽ, രണ്ടാമത്തത് മുത്തലഖി, കനാത്ത്, റിസാല, മുറജ്ജിഹ്, മുസ്തലിഹ്. മുർസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പറയുന്ന ആൾ. അതേപോലെ തന്നെ മുത്തലഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുന്ന ആൾ, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറയുന്ന ആളും കേൾക്കുന്ന ആളും. അതേപോലെ തന്നെ കനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീഡിയത്തിലൂടെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുകയാണെങ്കിൽ വായു ആയിരിക്കും, അല്ലെങ്കിൽ ടെലിഫോൺ, അതൊക്കെ ഒരു മീഡിയ ആണ്. അതേപോലെ തന്നെ റിസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ്, നമ്മുടെ ടെക്സ്റ്റ്. അതേപോലെ തന്നെ മുറജ്ജിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോണ്ടക്സ്റ്റ്, ഏത് സാഹചര്യത്തിലാണ് പറയുന്നത്. പിന്നെ മുസ്തലിഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോഡ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിൻ്റെ കോഡ് എന്താണ്, ആ ലഫ്ദുകളാണ്. അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ കോഡ് ആ ഒരു അക്ഷരങ്ങളാണ്, ആ എഴുത്തിലുള്ള അക്ഷരങ്ങളാണ്. പിന്നീട് അടുത്തതായിട്ടുള്ളതാണ് അൻ-നദരിയത്തു ദലാലിയ അഥവാ സെമിയോട്ടിക് തിയറിയാണ്. നമ്മുടെ ഈ ഉസ്ലൂബിയ അഥവാ സ്റ്റൈലിസ്റ്റിക് തിയറി അതൊരുപാട് ഡെവലപ്പായിക്കൊണ്ടേയിരുന്നു.
അത് ഒരുപാട് സാഹിത്യ മേഖലകളിൽ ഒരുപാട് സാഹിത്യശാസ്ത്രങ്ങൾ എന്ത് ചെയ്തു, അത് കൂടിക്കയറാൻ തുടങ്ങി. പ്രത്യേകിച്ചും ഈ ലിറ്റററി ക്രിറ്റിസിസവുമായിട്ടൊക്കെ അത് കൂടിക്കലർന്നു. എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് പുതിയ പുതിയ എൽമുകൾ, ഒരുപാട് പുതിയ പുതിയ സയൻസുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഏതുപോലെ അലാമത്തുൽ ലിസാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിയോളജിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, അതാണ് ഒന്നുകൂടെ സുഖം, സീമിയായിയ. ഈ സീമിയായിയ എന്നുള്ളത് ഇത്തരത്തിലുള്ള ഈ സ്റ്റൈലിസ്റ്റിക് തിയറി മറ്റും അതിൻ്റെയും ബ്ലെൻഡായിട്ട് കൊണ്ട് അതിൽ നിന്നുണ്ടായി തീർന്നിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ഈ സീമിയായിയ എന്നുള്ള ടേം വരുന്നത് പുരാതനമായിട്ടുള്ള അറബി ഗ്രന്ഥങ്ങളിൽ, ഏതുപോലെ കിതാബാത്തു ജാബിറുബിൻ ഹയ്യാൻ പോലെയുള്ള പുരാതന അറബി ഗ്രന്ഥങ്ങളിലാണ് ഈ ടേം ആദ്യമായിട്ട് കണ്ടുവരുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജാബിറുബിൻ ഹയ്യാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കായിട്ടുള്ള കെമിസ്ട്രിയിലുള്ള ഫിലോസഫിക്കായിട്ടുള്ള തിയറികൾ, ആ തിയറികളൊക്കെ സീമിയ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിന് സീമിയ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് താഴെയാണ് കൊടുത്തിരുന്നത്. അഥവാ അദ്ദേഹത്തിൻ്റെ ഈ തിയറികൾക്കൊക്കെ അദ്ദേഹം ഒരു ഹെഡിങ് ആയിരുന്നു സീമിയ എന്നുള്ളത്. സീമിയായിന് ആദ്യകാലത്തിൽ മാജിക്കുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് സീമിയായിനെക്കുറിച്ച് നമ്മുടെ ജാഹിദ് ഒരു പഠനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ സെമിയോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രത്തിൽ ഒരുപാട് ചിഹ്നങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ സിസ്റ്റങ്ങളും അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് ഓരോ ചിഹ്നങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമായിട്ട് ബന്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സെമിയോളജി ഓരോ ഭാഷകളും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇൽമുകളുമായിട്ട് ഈ സെമിയോളജിക്ക് ബന്ധമുണ്ട്. സെമിയോളജി എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കാണാറുള്ള സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു ആരോ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താണ് ലെഫ്റ്റിലേക്ക് ആ റോഡ് നമുക്ക് മനസ്സിലാവുമല്ലോ. ആ രീതിയിലുള്ളതാണ് ഇവിടെ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ചിഹ്നങ്ങൾ വെച്ചുകൊണ്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഒരു ആശയത്തെ കൈമാറുക, അതാണ് സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നീട് ഇൽമുൽ ദലാലയിൽ നിന്നുള്ള കുറച്ച് തിയറികൾ, ട്രാൻസ്ലേഷൻ തിയറികളും കൂടെ വരുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും ഈ വാക്കിൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥത്തിൻ്റെയും അഥവാ ദാലിൻ്റെയും മദ്ലൂലിൻ്റെയും ഇടയിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഒരിക്കലും ആ സോഴ്സ് ലാംഗ്വേജിൽ ഉണ്ടായിട്ടുള്ള ആ ലഫ്ദുകളുടെ ഓരോന്നിൻ്റെയും അർത്ഥം എങ്ങനെ നോക്കിയാണ്ട് ഇരിക്കാൻ പാടില്ല. മറിച്ച് ആ ലഫ്ദുകളൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ടെക്സ്റ്റിനെയാണ് നോക്കേണ്ടത്. അഥവാ ഓരോ അൽഫാദുകളും ഇങ്ങനെ എടുത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥമാണെന്നാണ് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ടോട്ടലായിട്ട് ആ സോഴ്സ് ലാംഗ്വേജിൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കണം. എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് ടാർഗറ്റ് ലാംഗ്വേജിലുള്ള അതിൻ്റേതായിട്ടുള്ള ലഫ്ദുകളിൽ എന്ത് ചെയ്യണം, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ എത്ര ഹർഫുകളുണ്ട്, എത്ര വേർഡുകളുണ്ട് എന്നുള്ളത് ഈ ആശയവുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അതായത് കുറേ വേർഡുകളുണ്ട് വിചാരിച്ചാണ്ട് കുറേ ആശയം ഉണ്ടാവണമെന്നില്ല, കുറച്ച് വേർഡുള്ളൂ വിചാരിച്ചാണ്ട് കുറച്ച് ആശയം ആവണമെന്നുമില്ല. കാരണം ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള സ്വാധീനമുണ്ടാവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വേർഡുകൾ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, ചില ഭാഷകൾക്കൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അറബിയിൽ എന്താണ് ഒരൊറ്റ വാക്കുകൊണ്ട് പറയുന്ന ഒരു കാര്യം മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ രണ്ട് വാക്കൊക്കെ വേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അറബിയിൽ എന്താണ് ഹിലാൽ എന്ന് പറയും, മലയാളത്തിൽ അതിനെന്താണ് പറയുക, എന്താണ് ബാലചന്ദ്രൻ, അങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മളെന്താണ് അറബിയിൽ ഒരൊറ്റ വാക്കുകൊണ്ട് പറയുന്ന കാര്യം മലയാളത്തിൽ രണ്ട് വാക്കുകൊണ്ടാണ് പറയുന്നത്. അടുത്തതായിട്ടുള്ളതാണ് നദരിയത്തുൽ വദീഫിയ എന്ന് പറയുന്നത്. അഥവാ നമ്മൾ നേരത്തെ എന്താണ് ബാലിയുടെ കാര്യം, ബാലി എന്താണ് ഈ നദരിയത്തുൽ വദീഫിയ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നദരിയത്തുൽ വദീഫിയ അഥവാ ഫങ്ഷണൽ തിയറി എന്ന് പറയും. ഫങ്ഷണൽ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൂടുതൽ നമ്മുടെ കോണ്ടെക്സ്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ടെക്സ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏത് സാഹചര്യത്തിലാണോ അത് ആ സോഴ്സ് ലാംഗ്വേജിൽ ആ ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആ സാഹചര്യത്തിൽ അതിനെ എന്ത് ചെയ്യുക, ഈ ടാർഗറ്റ് ലാംഗ്വേജിൽ കൊണ്ടുവരിക, ആ ഒരു സാഹചര്യത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അവരുടെ അഭിപ്രായത്തിൽ ഇന്ന് കാണുന്ന മോഡേൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ തിയറികളൊക്കെ അത് കൂടുതലായിട്ടും ഇൽമുൽ വായും അതേപോലെ തന്നെ ഇൽമുൽ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സയൻസ് അതുമായിട്ട് ബന്ധപ്പെടുന്നു വരുന്നതാണ്. അവർ ട്രാൻസ്ലേഷനെ ഇൽമുൽ ലുഗത്തുൽ തത്ബീഖിയ അഥവാ പ്രാക്ടിക്കലായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് അതിൻ്റെ താഴെയുള്ള ഒരു ഘടകമായിട്ടാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
അഥവാ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ താഴെ വരുന്ന ഒരു ഘടകമാണ്, ഒരു പാർട്ടാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ മെത്തേഡുകളിലൂടെ ഈ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഫിനോമിനുകൾ ഉണ്ടല്ലോ, ലവാഹിർ ലോവിയ എന്ന് പറയും, അഥവാ ഈ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഒരുപാട് തിയറികൾ, അതിൻ്റെ സ്വാധീനങ്ങൾ, ആ സ്വാധീനങ്ങളൊക്കെ എന്താണ് ഉൾക്കൊള്ളുന്നതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തിയറികൾ നമ്മൾ ഉപയോഗിക്കാൻ എന്ത് ചെയ്യും, ട്രാൻസ്ലേഷൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മളെന്താണ് പ്രാക്ടിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. അഥവാ ഈ ഭാഷാശാസ്ത്രത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് തിയറികൾ, ആ തിയറികളെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ഒരു രീതിയാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്ത് ട്രാൻസ്ലേഷൻ മേഖലയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന അധികം തിയറികളും രണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള ചർച്ചകളുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഒന്ന് നദരിയത്തുൽ ഇത്തിസാലും, രണ്ട് ഇൽമുദ് ദലാലയും. ഇൽമുദ് ദലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിയോട്ടിക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചിഹ്നങ്ങളുടെ ആ ഒരു ശാസ്ത്രം. അതേപോലെ തന്നെ നദരിയത്തുൽ ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ തിയറി. ഈ രണ്ട് തിയറികളുമായിട്ടാണ് കൂടുതൽ ഇന്ന് കാണുന്ന തിയറികളൊക്കെ, നമ്മൾ ട്രാൻസ്ലേഷൻ തിയറികളൊക്കെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഇത്രയും തിയറികളാണ് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഒരു തിയറി കൂടെ ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.